ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകുന്ന വളരെ മനോഹരമായ ഒരു സന്ദേശമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കണ്ട് പഠിച്ചിട്ടാ ചെയ്യുന്നത്, അല്ലെ? ആരെ കണ്ടു പഠിച്ചിട്ടാ? നമ്മുടെ മാതാപിതാക്കൾ ചെയ്തത് കണ്ട് പഠിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളും ചെയ്യുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്നു, നമ്മുടെ മാതാപിതാക്കള് സഹായിച്ചിട്ടുണ്ട്. അവര് പ്രാർത്ഥിക്കുന്നു, അവര് പള്ളിയിൽ പോകുന്നു, അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. നമ്മൾ കണ്ട് പഠിക്കുന്നവരല്ലേ? ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടല്ല പഠിക്കുന്നത്, മറിച്ച് കണ്ടു പഠിക്കാനായിട്ട് പരിശ്രമിക്കുന്നവരാണ്. പക്ഷെ നമുക്കൊക്കെ ഇന്ന് പറ്റുന്നൊരു പോരായ്മയുണ്ട്. എന്താണെന്നറിയാം? നമ്മൾ മക്കളോട് ഒത്തിരിയേറെ നന്മകൾ പറയുന്നുണ്ട്, അല്ലേ? നീ പള്ളിയിൽ പോകണം, നീ പ്രാർത്ഥിക്കണം, നീ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. പക്ഷേ എൻ്റെ ജീവിതത്തില് പലപ്പോഴും മാതൃക കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മക്കൾ കണ്ടാൽ അവരെ പഠിപ്പിക്കണം. എങ്ങനെയാ പഠിപ്പിക്കേണ്ടത്? വാക്കുകൊണ്ടല്ല, മറിച്ച് എൻ്റെ പ്രവൃത്തി കൊണ്ട് അവരെ പഠിപ്പിക്കാനായിട്ട് സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് പരിശ്രമിക്കണം. പലപ്പോഴും ഇന്ന് ഈ വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. പ്രവൃത്തിയിലേക്ക് പലപ്പോഴും പല നന്മകൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല. മക്കളെ നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിത മാതൃക മക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിത മാതൃക കാണിച്ചു കൊടുക്കണം. കേൾക്കുകയല്ല അവർ ചെയ്യേണ്ടത്, കണ്ടുപഠിക്കും. അപ്പനും അമ്മയും ചെയ്യുന്നത് കണ്ടുപഠിക്കും. അപ്പനും അമ്മയും സ്നേഹത്തില് സന്തോഷത്തില് ജീവിച്ചാല് മക്കളുടെ ജീവിതത്തിലേക്കും ആ സന്തോഷം കടന്നു വരും. മക്കൾ അത് കണ്ടുപിടിക്കും. അപ്പന്റെയും അമ്മയുടെയും സ്നേഹം കണ്ടാ പഠിക്കേണ്ടത്. പലപ്പോഴും ഇനി സ്നേഹമില്ല. കുടുംബത്തില് അപ്പനും അമ്മയും തമ്മിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളാ. പരസ്പരം മിണ്ടാതെ പോലും ഇരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇത് കണ്ടു വളരുന്ന മക്കള് ഏത് വഴിയിലൂടെയാ പോകുന്നത്? അവരുടെ ജീവിതം പരാജയപ്പെട്ടില്ല എങ്കിൽ, അവരുടെ ജീവിതം നിരാശയിലേക്ക് പോയില്ല എങ്കിൽ, അവര് മോശമായ ബന്ധങ്ങളിലേക്ക് പോയില്ല എങ്കിലേ അതിശയമുള്ളൂ. കാരണം അവർ കണ്ടു പഠിച്ചത് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ ഈ മക്കള് ഈ സ്നേഹം തേടി പല വഴികളിലേക്ക് ഇറങ്ങും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിത മാതൃക മക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പന്റെയും അമ്മയുടെയും സ്നേഹം ഒരേപോലെ മക്കൾക്ക് വേണം. നന്മകള് ചെയ്ത് കാണിച്ചു. നമ്മൾ പള്ളിയിൽ പോകണം, നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് മക്കളെ അടുത്ത് പിടിച്ചിരുത്തി പ്രാർത്ഥിക്കാൻ പറ്റും. അത് കുഞ്ഞു നാള് മുതൽ കേട്ടോ. 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും എത്തുമ്പോഴല്ല മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ടത്. കുഞ്ഞു നാള് മുതൽ ഈ മക്കളെ നമ്മളോട് ചേർത്തിരുത്തി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനായിട്ട്, പള്ളിയിൽ കൊണ്ടുവരുവാനായിട്ട്, ദൈവത്തോട് ചേർത്ത് നിർത്താനായിട്ട്, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാല് അവരുടെ ജീവിതത്തില് അവരെന്നും അത് പ്രാവർത്തികമാക്കും. അവരുടെ ജീവിതം എപ്പോഴും നന്മ നിറഞ്ഞതായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അവർക്ക് ഒരിക്കലും മടിയുണ്ടാവത്തില്ല. അവരെ കുറിച്ച് ഒരിക്കലും ആരും മോശമായ ഒരു കാര്യവും പറയുവാനായിട്ട് ഇടയാവത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിത മാതൃക മക്കൾക്ക് മാതൃകയായിരിക്കട്ടെ. പറയുക മാത്രം ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറാതെ നല്ല മാതൃക കാണിച്ചു കൊടുക്കുവാനായിട്ട്, മക്കളെ നന്മയിലൂടെ നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.